മഹാപാപം ചെയ്തത് നെജിക്കാടെ ഒറ്റ വാക്കിന്റെ ബലത്തിലാണ്. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ അതാ നോമ്പ് തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ ഇത്. നോമ്പിന് ഇപ്പോൾ ഇന്ന് 5ാമത്തെ നോമ്പാന്ന് തോന്നുന്നല്ലേ, ഇന്ന് 5ാമത്തെ നോമ്പായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ വയ്യായിരുന്നു കേട്ടോ, തീരെ ഇങ്ങനെ വയ്യാണ്ട ഓരോ നോമ്പും ഇങ്ങനെ തട്ടിമുട്ടി പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അതായത് ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ ഒറ്റയ്ക്ക് നോമ്പിന് ഫുഡൊക്കെ ഉണ്ടാക്കണല്ലേ ഫീ. നോമ്പിന് ഒറ്റയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി ക്ഷീണിച്ചേട്ടാ. നാട്ടിൽ വെച്ചിട്ട് ഫുൾ ടൈം ഇങ്ങനെ വെറുതെ ഇരിപ്പായതുകൊണ്ട് ഇവിടെ വന്ന് കുറച്ച് പണിയെടുത്തപ്പോൾ ഭയങ്കര ക്ഷീണമായിട്ടാ. അതുകൊണ്ട് തന്നെ നോമ്പൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 3-4 ദിവസം ഇപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ നോമ്പ് തുറക്കാൻ പോവാണ്. അതായത് എൻ്റെ ഇക്കാടെ വീട്ടിൽ എൻ്റെ മുത്താപ്പാടെ മോനുണ്ട് ഇവിടെ. അപ്പോൾ ഇക്കാടെ വീട്ടിൽ നോമ്പ് തുറക്കാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോവാണ്. അതുകൊണ്ട് ഇന്നിവിടെ ഒരു പണിയില്ല. അതുകൊണ്ട് ഇവയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. റിവാക്ക് രാവിലത്തെ ഉച്ചക്കത്തേക്ക് തട്ടിമുട്ടി ഉണ്ടാക്കി കൊടുത്തിട്ട് ഞങ്ങൾ പോകാനായിട്ട് റെഡി ആവുകയാണ്. അഫി ഓഫീസിൽ നിന്ന് വന്നിട്ട് കുറച്ച് നേരം ആണല്ലോ കേട്ടോ. അഫി ഓഫീസിൽ നിന്ന് ഇവിടെ ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങി ഞങ്ങൾ റെഡി ആവുന്ന നേരത്ത്. അങ്ങനെ അഫി പോകാനുള്ള ഒരുക്കത്തിലാണ്. എങ്ങനെയുണ്ട് അഫി, നോമ്പ് പിടിച്ച് ക്ഷീണിച്ചാ? ഇവതാ ഇവിടെ റെഡി ആയിട്ട് ബാഗൊക്കെ തൂക്കി കാണിച്ചു കൊടുത്തേ. ബാഗൊക്കെ തൂക്കി വലിയ എവിടെ പോണ പോലെ നിപ്പുണ്ട്. എവിടെ പോ നമ്മള്? തൊപ്പി എടുത്തിട്ടുണ്ട്. എനിക്ക് വയ്യ. ഇവ കൊറേ സാധനങ്ങളൊക്കെ എടുത്ത് കളിക്കാൻ പോവാന്ന് പറഞ്ഞ് പോവാണേ. അപ്പൊ ഇറങ്ങുന്നുണ്ട്, ഞാനും ഇറങ്ങട്ടെടാ. അഫി ഇപ്പൊ നോമ്പായോണ്ട് നേരത്തെ വരും കേട്ടോ. അഫി 3 മണി വരെ അഫിക്ക് ഓഫീസുണ്ട്. പിന്നെ അഫിയുടെ കാര്യമായോണ്ട് 3 മണി എന്ന് പറഞ്ഞാൽ വരുമ്പോ 5 മണിയാവും. അത് വേറെ കാര്യം. അഫി ഭയങ്കര ഉത്തരവാദിത്തമുള്ള ആളാട്ടോ ജോലിയുടെ കാര്യത്തില്. ബാക്കിയുള്ള കാര്യത്തിലൊന്നും ഒരു ഉത്തരവാദിത്തമില്ല, പക്ഷെ ജോലിയുടെ കാര്യത്തിൽ എത്ര നേരം വൈകിട്ടാന്നറിയാം അഫി വരുന്നത്. ഇപ്പൊ നോമ്പായപ്പോ ഞാനോട്ട് എന്തായാലും നേരത്തെ വരുമെന്ന് വിചാരിച്ചിട്ട് നോമ്പിനും കണക്കാട്ടാ. നോമ്പിനും 3 മണിക്ക് കഴിഞ്ഞാല് അപ്പൊ ഇന്നലെ 5:30 എത്തി. ഇന്ന് എത്ര മണിക്ക് എത്തി? 4 മണിയൊന്നല്ല, ഇന്ന് 4:30 കഴിഞ്ഞിട്ടെത്തി. ഞങ്ങളപ്പോൾ ലുലുവിൽ കയറിയിട്ട് കുറച്ച് സമൂസയും കട്ട്ലേറ്റും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ 6 മണി ആവാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെന്നില്ലെങ്കിൽ അവിടെയൊക്കെ ഓടിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും വേഗം അങ്ങോട്ട് എത്തട്ടെ. ഞങ്ങൾ ഇതുവരെ നമ്മുടെ വീട്ടിലെ നോമ്പുറക്കിൽ കാണിച്ചില്ല അല്ലേ. ആക്ച്വലി നോമ്പുറക്കിൽ കാണിക്കാൻ മാത്രം ഞങ്ങൾ ഇപ്രാവശ്യം കുറച്ച് ഹെൽത്തി ആയിട്ട് നോമ്പുറക്കാന്ന് വിചാരിച്ചിട്ട് ഓൺലി ഫ്രൂട്ട്സ് ആൻഡ് അങ്ങനെ നമ്മൾ എന്താ ഒരുപാട് അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇപ്രാവശ്യം അങ്ങനെ ഒരുപാട് പൊരിച്ചതും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അഫിക്കാണേലും വെയിറ്റ് ഒക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്. എനിക്കാണേലും ഞാൻ നോക്കിയപ്പോൾ 2-3 കിലോ കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഓർത്ത് എന്തായാലും ഈ ഒരു നോമ്പ് അങ്ങനെ കുറച്ച് ഹെൽത്തി ആയിട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ടോ. വീട്ടിലൊക്കെ അവിടെ സച്ചൊക്കെ ഭയങ്കര തകർത്ത് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കലും ബഹളാട്ടാ. കഴിഞ്ഞ വർഷം വരെ അത് തന്നെ ആയിരുന്നു പരിപാടി. വീട്ടിലിങ്ങനെ ഓരോരോ വെറൈറ്റീസ് ആണല്ലോ നമ്മൾ നോമ്പിന് ഉണ്ടാക്കണം. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ നോമ്പുറക്കാനൊക്കെ വിളിക്കണമല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് കസിൻസ് ഉണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ വിളിക്കുമ്പോൾ മാത്രം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അല്ലാത്ത ദിവസം ഞങ്ങൾ ഭയങ്കര ഹെൽത്തി ആയിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു നോമ്പ് കൊണ്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതല്ലേ അല്ലേ? ഒരു 10 കിലോ കുറയ്ക്കണമെന്നാട്ടോ ഞാൻ വിചാരിക്കണം ഈ ഒരു നോമ്പ് കൊണ്ട്. പിന്നെ നോമ്പായതുകൊണ്ട് ഭയങ്കര ഹെൽപ്പിംഗ് ഒക്കെ ആട്ടോ. അതായത് എനിക്ക് വയ്യാത്തതുകൊണ്ട് കിച്ചണിൽ വന്നിട്ട് ജസ്റ്റ് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാനും പിന്നെ ഇന്നലെ കറി വെക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടാ. അതല്ലേ ചെയ്യാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അഫി പറയണേ എടുത്ത് പറയണത് ചെയ്യാത്ത പോലെ. അഫി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. പാത്രമൊക്കെ കഴിഞ്ഞു. അതന്നെ ഇന്നലെ നല്ല കുട്ടിയായിരുന്നു. അതന്നെ അമ്മച്ചിക്ക് വയ്യാണ്ടായിക്കഴിഞ്ഞാലും ഡാഡി ഹെൽപ്പ് ഒക്കെ ചെയ്യും കേട്ടോ. എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മള് നാളെ വലുതായിട്ട് ഞാൻ ഞങ്ങളുടെ വീട്ടിലെ നോമ്പ് എന്തായാലും കാണിച്ചു തരാം. അപ്പൊ എന്തായാലും ഞങ്ങൾ
വേഗം അവിടെ എത്തട്ടെ കേട്ടോ. അവിടെ എത്തിയിട്ട് ഞാൻ വീഡിയോ എടുക്കോ ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാനിപ്പം കൂടെ വേഗം പോവാട്ടോ. ഈ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വരുന്നേ ഉള്ളൂ. കാരണം 6:30 ആയിട്ടുണ്ട് കേട്ടോ. ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ നോമ്പ് വന്നിട്ടായിരിക്കും ഞങ്ങൾ എത്തുന്നത്. അപ്പൊ എന്തായാലും ഞങ്ങൾ വേഗം അപ്പുറത്ത് കയറട്ടെ. മഹാഭാവം ചെയ്ത് ഞാനാണ്. ഇവനോട് ഈ മഹാഭാവം ചെയ്തത് ഞാനാണ്. നജിക്കാണ് കേട്ടോ. നജിക്കാണ് മഹാഭാവം ചെയ്തത് ഞാനാണ്. നജിക്കാണ് കേട്ടോ. അഫിനെ കാണാൻ പോയ ആകെ ഒരാള്. ഈ നജിക്കയുടെ ഒറ്റ വാക്കിന്റെ ബലത്തിലാണ് പല പെൺപിള്ളേരും ഇതുപോലെ ഞങ്ങൾക്ക് ഒന്ന് സെറ്റാക്കി തന്നു. ഇതുപോലെ സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതന്നെ സാധനങ്ങൾ വെച്ചോണ്ടിരിക്കണല്ലോ കേട്ടോ. ഞങ്ങള് നോമ്പൊക്കെ തുറന്ന് രാവിലെ തറാവീനൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. നജിക്കാട് ഇവിടെ ഫുള്ള് ബോക്സും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എത്ര നജിക്കാം പ്രൈസ് ഒക്കെ പറയും. എന്നാലും ഏറ്റവും കുറഞ്ഞ ചെലവിൽ നമ്മുടെ ഒരു കൂപ്പൺ കോഡ് ഉണ്ട്. കൂപ്പൺ കോഡ് കൊടുത്തു കഴിഞ്ഞാല് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. നല്ലതൊക്കെ ആട്ടോ. നല്ല സാധനങ്ങളൊക്കെയാണ്. ഇതൊക്കെ JBL ആണ്. നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്താല് ഡിസ്കൗണ്ട് തരുന്നതായിരിക്കും അല്ലേ? എന്താ ഇവിടെയൊക്കെ ഒരുപാട് സാധനങ്ങള് നിരത്തി വെച്ചിട്ടുണ്ട്. ഇതായിരിക്കണ ആള് ഇതിനെ തന്നെ കൊടുത്തോ? വേറെ വേണ്ട, ഇതിനെ തന്നെ കൊടുത്തോ. ഇവ പൊളിയായിട്ടുണ്ടല്ലോ. ഇവ സൈറാത്ത ഇവിടെ നമുക്ക് വേണ്ടിട്ട് വിഭവസമൃദ്ധമായിട്ടുള്ള ഫുഡൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ പൊറോട്ട ഉണ്ട്, ബീഫ് ഉണ്ട്. ഇതിന് മുന്നേ കുറെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ അടുത്ത സെറ്റിന് വന്നേക്കുന്നത്. ഞാൻ 2 കിലോ കുറഞ്ഞിട്ടാ. അവിടെ ഉള്ള പൊറോട്ട, ഇടിയപ്പം, വെള്ളപ്പം, ഒരു പൊറോട്ടയും കഴിച്ച് 2 ഇടിയപ്പം കഴിച്ചു. പിന്നെ കസിന്റെ കുറച്ച് ഉപദേശം കൂടി കിട്ടിയപ്പോ കുറച്ച് ഉപദേശത്തിന്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. നമ്മള് ഷൂട്ട് ചെയ്യാനിട്ടാണ്. കുറച്ച് ഇടയ്ക്ക് കാണുമ്പോഴേ എങ്ങനെ നല്ലൊരു കുടുംബിനി ആവാന്നുള്ള ക്ലാസ് ഉണ്ടായിരുന്നു. സൂര്യ അത് കുറച്ച് നേരം ഒന്ന് കേട്ടു. അപ്പൊ നാളെ തൊട്ടിട്ട് സൂര്യ അത് ഫോളോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്താ പറയാ, ഞാനുണ്ടാവില്ല ഫീ, ഞാനിങ്ങനെയൊക്കെ തന്നെ ആവുള്ളൂ. അപ്പൊ ഞങ്ങളതാ തിരിച്ചു വന്നു. ഉറങ്ങുന്നേട്ടാ, വണ്ടിയിലിരുന്ന് ഉറങ്ങിപ്പോയി. പിന്നെ എന്താണ് ഫീ? വേറെ ഒന്നുമില്ല, എനിക്കൊരു ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണ്ടി ചെയ്തിട്ട് വരാം. നീ ബാക്കി പറഞ്ഞു തീർക്ക്. ബാക്കി കത്തിയേക്കണേ. ബാക്കി കത്തിയൊന്നുമില്ല, പോവല്ല ഫീ. പോണോ? അപ്പൊ എന്തായാലും വരാഫി തീരെ സംസാരിക്കണില്ല എന്ന് പറഞ്ഞു. ആരും കമന്റ് അടിച്ചിട്ടില്ല. ഞാൻ കമന്റ്സ് ഒക്കെ നോക്കാറുണ്ട്. ആരും കമന്റ് അടിച്ചില്ല അങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ബാക്കി നീ കത്തി വയ്ക്കുന്നതായാലും ശരി. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങൾ ഇനി കുറച്ച് ചലഞ്ച് വീഡിയോ ഒക്കെ ചെയ്യാൻ പോകണട്ടോ. കാരണം എനിക്ക് തോന്നുന്നില്ല അല്ലാണ്ട് ഒരാളൊന്നും ഞങ്ങൾ വീഡിയോ കാണുന്നില്ല. അതാണ് നമ്മുടെ ചാനൽ ഇപ്പോ സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ആയി പോയിട്ടാ. സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ഭയങ്കര കുറവാ. അത് ഞാൻ ആരെയും കുറ്റം പറയണില്ല. എല്ലാം എന്റെ പിഴ, എന്റെ മാത്രം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വെറൈറ്റി വീഡിയോസ് ചെയ്യാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. നോർമൽ വീഡിയോസ്, അതായത് നമ്മള് നാട്ടിലുള്ളപ്പം
ഞാൻ എന്റെ വീട്ടിലുള്ളപ്പോൾ എല്ലാവർക്കും അഫിയുടെ വീട്ടിലെ വിശേഷങ്ങൾ അറിയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അഫിയുടെ വീട്ടിൽ പോയി കഴിയുമ്പോൾ എന്റെ വീട്ടിലെ വിശേഷങ്ങൾ, അതിൽ അഫിയുടെ വിശേഷങ്ങള്, അങ്ങനെ കുറെ കാര്യങ്ങൾ അറിയാൻ ഇൻട്രസ്റ്റ് ആയിരുന്നു. അവിടെ ഉള്ളപ്പോ അഫിയുടെ കൂടെയുള്ള കാര്യങ്ങളല്ല, അഫീനെ വെച്ചിട്ട് ഒരു വീഡിയോ ഇട്ട ഭയങ്കര വ്യൂസ് ആണ്. ആർക്കും ഇപ്പൊ അഫീനെ വേണ്ടാണ്ടായിട്ടാ. അതുകൊണ്ട് പിന്നെ ഇനി ഇതിനെ വെച്ചിട്ട് ഓടുന്നു തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ചലഞ്ചസ് ഒക്കെ ചെയ്യാന്നൊക്കെ നമുക്ക് സ്കിറ്റ് ചെയ്താലോ? എനിക്ക് തീരെ അഭിനയിക്കാൻ അറിയില്ല കേട്ടോ. ഞങ്ങൾ വിചാരിക്കാറുണ്ട്. പക്ഷെ ചലഞ്ച് ചെയ്യാം. ഓക്കെ, ചലഞ്ച് എന്ത് ചെയ്യാന്നുള്ളത് ആരെങ്കിലും ഇവിടം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കമന്റ് ചെയ്യാം, എന്തൊക്കെ ചലഞ്ചാണ് സജസ്റ്റ് ചെയ്യാൻ പറ്റുക. ആ ചലഞ്ചസ് ഒക്കെ ചെയ്യാം, നോക്കാം, ട്രൈ ചെയ്യാം. പച്ച വേണ്ടി കൊണ്ട് അങ്ങനത്തെ നല്ല നല്ല കലാപരിപാടികൾ സ്ഥലം വിട്ടോളൂ. ഞാൻ അന്നൊരു ദിവസം ഈ ഒരു ഡ്രസ്സ് ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാന്നുള്ളത്. അതായത് ഇതിൻ്റെ തന്നെ ഒരു വൈറ്റ് കളർ സച്ചുവിനുണ്ട്. അപ്പോൾ അവളത് ഇൻസ്റ്റയിൽ ഇട്ടപ്പോൾ അവിടെയും കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സ് എവിടെ നിന്നാന്ന്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു അൺഈവൻ കട്ടായിട്ടാട്ടോ. ഫ്രണ്ടിൽ ഇങ്ങനെ വന്നിട്ട് ബാക്കിൽ ഇങ്ങനെ ഫുൾ ലെങ്ത് വന്നിട്ടുള്ള അങ്ങനത്തെ ഒരു ടോപ്പാണ്. എനിക്ക് ഇഷ്ടമായി. ഫുൾ സ്ലീവ് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് എനിക്കിത് ഇഷ്ടമായി. അപ്പോൾ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന സാധനം കേട്ടോ. ഇതുണ്ട്. പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിരുന്ന ഒരു ഗ്രീൻ കളർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഡ്രസ്സ് കറക്റ്റ് ഇങ്ങനെ ആട്ടോ വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് കയറിയിട്ട് ബാക്കിൽ ഫുൾ ലെങ്ത് ആണ് കേട്ടോ. ഫുൾ ലെങ്ത് അല്ല, എന്നാലും ഓൾമോസ്റ്റ് ഫുൾ ലെങ്ത് ആണ്. പിന്നെ ഈ ഒരു ഡ്രസ്സ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ അതിൽ കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇൻസ്റ്റയിലൊക്കെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സ് എവിടെ നിന്നാന്നുള്ളത്. ഇതും ആമസോൺ തന്നെ ആട്ടോ. ഇതൊക്കെ ഞാൻ വരാനേരം വാങ്ങിയിട്ട് തന്നെയാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതായത് ഒരു ഡ്രസ്സാണ്, ഫുൾ ലെങ്ത് അല്ല, ഓൾമോസ്റ്റ് ഒരു ഫുൾ ലെങ്ത് ഉണ്ട്. ഇങ്ങനെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള, ഫുൾ ഓപ്പൺ ഒന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഈ ഒരു ഫ്രണ്ട് ഓപ്പൺ പോലെ തോന്നും കേട്ടോ. താഴത്തും മേളിലും കുറച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു സംഭവം കേട്ടോ. സ്ലീവ് എന്ന് പറയുന്നത് 3/4 ഇല്ല, അതായത് ഈ ഒരു മുട്ടിന് മേലെ നിൽക്കൂലേ, അങ്ങനത്തെ ഒരു സ്ലീവാണ് കേട്ടോ. ഞാനിത് ചിലപ്പോൾ ഇന്നർ ഇട്ടിട്ടാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഇന്നർ ഇടാണ്ട് യൂസ് ചെയ്താലും കുഴപ്പമില്ലാണ്, കാരണം ഓൾമോസ്റ്റ് ഇത്രയും ലെങ്ത് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇത്. പിന്നെ ഇതിനിങ്ങനെ ഒരു കെട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതും വലിയ പ്രൈസൊന്നും ഇല്ല കേട്ടോ, എല്ലാം ഒരു 500 അത്ര എന്തോ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പ്രൈസൊക്കെ. പിന്നെ ഈ ഒരു ഡ്രസ്സാണ്, ഇത് ഞാൻ വരാൻ നേരം വാങ്ങിയിട്ടുള്ളതായിരുന്നു കേട്ടോ. ഇതൊരു സ്കൈ ബ്ലൂ കളറിൽ ഒരു ഫ്രണ്ടിൽ 2 പോക്കറ്റൊക്കെ വന്നിട്ടുള്ള രസമുള്ള ടോപ്പാണ് കേട്ടോ. ഞാൻ അധികം നല്ല ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ അല്ലാണ്ട് ഇട്ടിട്ടുണ്ട്, വീഡിയോയിൽ അങ്ങനെ അധികം ഇട്ടിട്ടില്ല കേട്ടോ. മുട്ട് വരെയുള്ള കേട്ടോ. ഒരു നമ്മുടെ മുട്ടിന്, എനിക്ക് എൻ്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ 5'4" ആണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ജസ്റ്റ് മുട്ടിന് മേലെ നിൽക്കണ പോലെ ആ ഒരു ഹൈറ്റിൽ, ആ ഒരു ലെങ്ത്തിലാട്ടോ ഇത് കിട്ടുന്നത്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ള കേട്ടോ വിശേഷങ്ങളൊക്കെ. ഈ ഒരു ഡ്രസ്സ് ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് കാണിക്കാനുള്ള കുറച്ച് ഡ്രസ്സായിരുന്നു, ഞാൻ കാണിക്കാത്തതുകൊണ്ടാട്ടോ ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ ഇനി അത്രയൊക്കെ തന്നെയുള്ളൂ. നമുക്കിനി എന്തായാലും വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ. എന്തായാലും നമ്മൾ ഇൻഷാല്ലാ വീഡിയോ ഒക്കെ എടുക്കാം. എനിക്ക് നല്ല ക്ഷീണമായിട്ടോ, നോമ്പ് പിടിച്ചിട്ട് എന്താണെന്നറിയില്ല കേട്ടോ. എനിക്ക് 1-2 ദിവസം ഭയങ്കര വൊമിറ്റിങ്ങും അങ്ങനെ ആകെ പ്രശ്നമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഫസ്റ്റ് ഡേ ഒന്നും വീഡിയോ എടുക്കാനത്. പിന്നെ ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ, എങ്ങനെയാണ് ഒറ്റയ്ക്ക് എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. കാരണം വീട്ടിലിങ്ങനെ സുഖവാസത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് വന്ന് ഞാൻ ഇവിടെ വന്നിട്ട് ഭയങ്കര ദുരിതമാണെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാലും അറിയാം, നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ഞാൻ പറയും, ഞാൻ ഈ കട്ട്ലേറ്റിന് ഉണ്ട പിടിക്കുന്ന ആളായിരുന്നു കേട്ടോ വീട്ടിൽ. വേറെ കട്ടിപ്പെട്ട പണികളൊന്നും എനിക്ക് ഉണ്ടായില്ല. പക്ഷെ ഇവിടെ വെച്ചിട്ട് പണികളുണ്ടെന്നല്ല, എന്നാൽ ഇവിടെ കാര്യം നോക്കണം, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കണം, ഫുഡ് ഉണ്ടാക്കണം. ആ നോമ്പൊക്കെ പിടിച്ചിട്ട് എനിക്ക് അങ്ങനെ പണിയെടുത്ത് ശീലമില്ലാത്തതുകൊണ്ട് എനിക്ക് നല്ല ക്ഷീണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഓക്കെ ആയി വരുന്നുണ്ട് ഓരോ ദിവസം കഴിയുന്നതോറും. അപ്പോൾ എന്താ നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ വീഡിയോ ഒക്കെ എടുക്കാം. നോമ്പിൻ്റെ വ്ളോഗും കാര്യങ്ങളും, നമ്മുടെ ഇവിടുത്തെ നോമ്പ് പറയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഷൂട്ട് ചെയ്യാം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. അഫി ഇപ്പം എന്തായാലും എത്തോട്ടോ. അഫി തൊട്ടപ്പുറത്ത് എന്തോ പോയതാട്ടോ, ഇപ്പം തന്നെ വരും. എന്തോ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ അങ്ങനെ എന്തോ കാര്യത്തിന് പോയതാട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഉറങ്ങാനുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ചെല്ലാൻ ടേക്ക് കെയർ, ബൈ.